എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നേ കുറേ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. യുകെയിൽ വന്ന സമയത്ത് ഞാൻ ഒരുപാട് ദൂരം നടക്കുന്ന ഒരാളായിരുന്നു. കിലോമീറ്ററുകളോളം ഞാൻ നടക്കുമായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട്. ഇവഞ്ച്വലി എനിക്കത് പറ്റാതെ വന്നു. കാരണം കിതപ്പ്, ശ്വാസം മുട്ടലൊക്കെ ആയി പിന്നെ. അങ്ങനെ അത് ഞാൻ കുറച്ചു നടപ്പ്. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം, ക്ഷീണം, തളർച്ച. എവിടെ ഇരുന്നാലും ഉറങ്ങിപ്പോകും. ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് ഇരിക്കാൻ കിട്ടിയാൽ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. ആരെങ്കിലും തട്ടി വിളിക്കുമ്പോഴായിരിക്കും ഉണരുന്നത്. അത്രയ്ക്ക് ഉറക്കവും ക്ഷീണവും തളർച്ചയൊക്കെ ആയി. പിന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വിളർച്ച. മുഖമൊക്കെ വിളറി അങ്ങ് വെളുത്തു. പെട്ടെന്നൊരാൾ നോക്കിയാൽ അവർക്ക് മനസ്സിലാകും മുഖത്തിൻ്റെ നിറം മാറിയത്. അതുപോലെ വിളർച്ചയായി. പക്ഷേ ഈ സംഭവങ്ങളൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കുകയോ നോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ. ഞാൻ ഒരു സാധാരണ രീതിയിൽ ഒരു ദിവസം വിചാരിച്ചു ഒരു GP അപ്പോയിൻറ്മെൻറ്റ് എടുക്കാം. കുറേ നാളായില്ലേ ബ്ലഡൊക്കെ നോക്കിയിട്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു നോർമൽ അപ്പോയിൻറ്മെൻറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പോയത്. അന്ന് പോയതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് വേണേൽ പറയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു ദിവസം പറയാം. പിന്നെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു എവരിവൺ.